പരിശുദ്ധമായ ഈ ശഅബാന്റെ പകുതിയോടടുത്ത മഹത്വം നിറഞ്ഞ മാസങ്ങളിൽ വെള്ളിയാഴ്ച രാവ്, മഹത്വം നിറഞ്ഞ ദിവസങ്ങൾ അല്ലാഹു തആല നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബിൻ്റെയും റമളാൻ്റെയും ഇടയിൽ അശ്രദ്ധയിൽ പെട്ടുപോകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്നുള്ളത്. മനുഷ്യന് ആവശ്യമുള്ളത് ചിലപ്പോൾ അശ്രദ്ധയിൽപ്പെടാനും വളരെ മൂല്യമുള്ളതിൻ്റെ മൂല്യത്തെ പെട്ടെന്ന് അവന് ഗ്രഹിക്കാതെയൊക്കെ ആയി വരും. അത് മനുഷ്യൻ അവൻ്റെ സമർപ്പണവും അലംഭാവമൊക്കെ ഒഴിവാക്കി ത്യാഗമനോഭാവത്തോടെ, ത്യാഗമനസ്ഥിതിയോടെ അമലുകളിലേക്ക് ഉയരാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അതെല്ലാം. ഏറ്റവും സുപ്രധാനമായ സമയത്താണ് മനുഷ്യന് നന്നായി ഉറങ്ങാൻ തോന്നുന്നത്. എത്ര വലിയ പ്രഭാഷകനും എത്ര വലിയ നന്മയുടെ വക്താവുമൊക്കെ ആണെങ്കിലും സുബഹിയുടെ മുമ്പുള്ള സമയത്ത് ഉറങ്ങുന്ന പുതപ്പിൽ നിന്ന് അകലാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ, മൽജഅ, കിടപ്പറയത്തൊട്ട് അവരുടെ പാർശ്വങ്ങൾ അകന്നുപോകും. അപ്പോൾ അകന്നു പോകുക എന്നുള്ളത്, അകന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രകൃതി. അങ്ങോട്ട് നീക്കുക എന്നുള്ളത് തമാശക്കെങ്കിലും ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നത് ആ സമയത്താണെന്ന് തോന്നും, എത്ര പൊന്താൻ വിചാരിച്ചാലും പൊന്താൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ നന്മകൾ അധികരിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ ലാഘവത്തോടെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ ഒരു നീണ്ട സമയം വഹിക്കുന്ന ഒന്നാണ് ശഅബാൻ. അല്ലാഹു തആല മാസത്തെ വിനിയോഗിക്കാൻ നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാഠം കിതാബുൽ അദബിലെ ഒരു പാഠമാണ്. ബാബ് ഇസ്തിഹ്ബാബി ത്വീബിൽ കലാമി ബാബ് ഇസ്തിഹ്ബാബി ബയാനിൽ കലാമി വഇലാഹിഹി ലിൽ മുഖാത്തബി വതക്രീരിഹി ലിയഫ്ഹമ ഇദാ ലം യഫ്ഹം ഇല്ലാ ബിദാലിക്. ബാബ് ഇസ്തിഹ്ബാബി ബയാനിൽ കലാമി, സംസാരം വ്യക്തമാക്കണം എന്നത് സുന്നത്താണെന്ന് പറയുന്ന ബാബ്. ഒരു കാര്യം നമ്മൾ പറയുന്നത് എന്തിനാ? നമ്മുടെ സമയവും നമ്മുടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് ഒരു കാര്യം പറഞ്ഞത്? അത് മറ്റുള്ള ആളുകളിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ മനസ്സിലാകുന്നതിന് വ്യക്തമായി പറയുക എന്നുള്ളത് അത് സുന്നത്തുമാണ്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞതിന് എന്തില്ല, കാര്യമില്ല, ഫലമില്ല, വ്രതാവിലായിത്തീരും. വഇലാഹിലിൽ മുഖാത്തബി, മുഖാത്തബിന് അതിനെ നന്നായിട്ട് ഈലാഹ് വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അവ്യക്തമായി ഗോപ്യമായ രീതിയിൽ മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഉചിതമല്ല. അതൊരു സാമൂഹ്യ മര്യാദയെ സമ്പൂർണമാക്കിയ ലിസ്റ്റിൽ അത് പെടുന്നില്ല. പിന്നെ തക്രീരിഹി, ആ കലാമിനെ ആവർത്തിക്കുകയും വേണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലിയഫ്ഹമ, ആ മുഖാത്തബ് അതിനെ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി. എപ്പോൾ? ഇദാ ലം യഫ്ഹം ഇല്ലാ ബിദാലിക്, ആ തക്രീർ കൊണ്ട് അവൻ അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു അൺവാണ്ടഡ് റിപ്പീറ്റേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അനാവശ്യമായ ആവർത്തനം അവിടെ വേണ്ട. മറിച്ച് അങ്ങനെ റിപ്പീറ്റേഷൻ നടത്തിയാലാണ് അവന് ഗ്രഹിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. ബേസിക് ഒരു കാര്യം പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വേണ്ട. നോക്കാം, ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുന്ന് കാനായിരുന്നു ഇദാ തകല്ലമ ബി കലിമത്തിൻ, വല്ല വചനവും അവിടുന്ന് സംസാരിച്ചാൽ അആദഹാ സലാസ, അതിനെ 3 തവണ അവിടുന്ന് മടക്കാറുണ്ടായിരുന്നു. ഹത്താ തുഫ്ഹമ അൻഹു, ആ കലിമത്ത് അവിടുത്തെ തൊട്ട് ഗ്രഹിച്ചെടുക്കപ്പെടുന്നത് വരെ. അങ്ങനെ ഇദാ അതാ അലാ ഖൗമിൻ, ഒരു ജനതയുടെ അരികിലൂടെ നടന്ന്
അവർക്കുമേൽ സലാം അവിടുന്ന് പറഞ്ഞാൽ ഫസല്ലമ അലൈഹിം, അങ്ങനെ സലാം പറഞ്ഞാൽ സല്ലമ അലൈഹിം സലാസ, 3 തവണ അവിടുന്ന് പറയാറുണ്ടായിരുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇടങ്ങളിൽ കാണാം. ആ സദസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത്, എൻ്റർ ചെയ്യുന്ന സമയത്ത്, സെൻട്രലിലെത്തുന്ന സമയത്ത്, ആ സദസ്സിൻ്റെ എൻഡിലെത്തുന്ന സമയത്ത്, ഇങ്ങനെ 3 സ്ഥലത്ത്, അല്ലാതെ ഒരേ സ്ഥലത്ത് ചെന്നിട്ട് അസ്സലാമലൈക്കും 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 എന്നുള്ളതല്ല. അപ്പം അതാണ് വേണ്ടത്. അത് ഖത്തീബ് ഖുതുബയ്ക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാം. അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും സെൻട്രലിലെത്തിക്കൊണ്ട് മിമ്പർ മെഹ്റാബിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് മുഅദ്ദിൻ്റെ കയ്യിൽ നിന്ന് വാള് മേടിക്കുന്ന സമയത്തും മിമ്പറിൽ കയറിക്കൊണ്ട് ജനങ്ങൾക്ക് അഭിമുഖമായിട്ടും അവിടുന്ന് 3 തവണ സലാം പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരമായിരുന്നു. സദസ്സിൻ്റെ സെൻട്രലിൽ അങ്ങനെ കയറുമ്പോൾ എൻഡിലെത്തുന്ന സമയത്ത് അവിടുന്ന് സലാം പറയാറുണ്ടായിരുന്നു. അതാണെന്ന് അപ്രകാരം അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇബ്നുൽ ബത്വാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലാമിനെ ആവർത്തിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇദാ ഖശിയ അല്ലാ യഫ്ഹമൻഹു വലാ യസ്മഅ സലാമ, അവിടുത്തെ സലാമ കേൾക്കാത്ത പക്ഷവും അവിടത്തിൽ നിന്ന് അത് മനസ്സിലായിട്ടില്ല എന്ന അവിടത്തേക്കൊരു ആശങ്കയുമുണ്ടെങ്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, അതിനെ ആവർത്തിക്കാറുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും പറയാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, വീണ്ടും പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, വീണ്ടും വീണ്ടും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും? അരോചകമായി തീരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അരോചകം സൃഷ്ടിക്കുന്ന ഒന്നല്ല. കേൾവിക്കാരന് വീണ്ടും ഉണ്ടാക്കുന്ന ശ്രവണ മാധുര്യമുള്ള കൃത്യമായ അടുക്കും ചിട്ടയുമുള്ള വജസ്സുകളായിരുന്നു അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണിരുന്നത്. അതിനെ കേൾക്കാൻ, ശ്രവിക്കാൻ, സാഗൂതം അതിനെ ശ്രവിക്കാൻ ആളുകൾ ഇരുന്നിരുന്നു. അപ്പോൾ കേൾവിക്കാരൻ അരോചകമാകുന്ന വിധം അവനെ അലോരസപ്പെടുത്തുന്ന ഒന്നും അവിടുത്തെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം കേൾവിയും അവിടുത്തെ ഉദ്ബോധനവുമെല്ലാം ഫലപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെ ആവശ്യമാം വിധം ആവർത്തിക്കാനും അവിടുത്തേക്ക് മടിയുണ്ടായിരുന്നില്ല. മാത്രമല്ല അതൊരു ഉത്തമചര്യയായിക്കൊണ്ട് പിൽക്കാലത്തേക്ക് അവിടുന്ന് കൈമാറുകയും ചെയ്തു. അപ്പോൾ വാക്കുകൾ പ്രയോഗിക്കുക, അത് അടുക്കും ചിട്ടയിലുമാവുക, അത് ശ്രോതാവിലേക്കെത്തുക, അതവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക, അതവിടെ രൂഢമൂലമായിക്കൊണ്ട് അത് അവിടെ ഫലപ്പെടുക എന്നുള്ളത് ഒരു പ്രബോധകൻ്റെ, ഒരു പ്രവർത്തകൻ്റെ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ്. അള്ളാഹു ജല്ല ജലാലുഹു നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആശയങ്ങൾ നമ്മുടെ ശ്രോതാവിലേക്ക് പറയാനുള്ള ഹബീബായ തങ്ങൾക്കുള്ള ആ വലിയ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരംശമെങ്കിലും അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് കാന കലാമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാമൻ ഫസ്വലാ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമായിരുന്നു കലാമൻ ഫസ്വല, ഫസ്വലായ കലാം. ഫസ്വലായ കലാം എന്ന് പറഞ്ഞാൽ അത് വിഷയത്തിൻ്റെ രീതിക്കൊത്തുകൊണ്ട് അതിനെ ഗ്യാപ്പ് ഇട്ടു വരുന്ന കലാമായിരുന്നു. യഫ്ഹമുഹു കുല്ലു മൻ യസ്മഅ്, കേട്ട എല്ലാവർക്കും അതിനെ ഗ്രഹിക്കാൻ പറ്റുന്ന വാക്കായിരുന്നു. അതിൽ ദിവ്യത്വമുള്ള അമാനുഷികത നിറഞ്ഞ വാക്കുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾക്ക് നമ്മൾ മുഅ്ജിസത്ത്, ഇജാസ് ഉണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നില്ല. നബി പറഞ്ഞതുപോലത്തെ വാക്കുകൾ കൊണ്ടുവരാൻ ആളുകൾക്ക് പറ്റും. പക്ഷെ ഖുർആന്റെ വാക്കുകൾ പോലത്തെ വാക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഖുർആൻക്കാണ് ഇജാസ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന് ഇജാസ് ഇല്ല. ഈ ഇജാസ് ഇല്ല എന്ന് പറയുന്നത് അതിനു ഗ്രേഡ് കുറഞ്ഞു എന്ന് വരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളുടെ പെക്യുലാരിറ്റി ഇതര സാഹിത്യങ്ങളിൽ നിന്ന് എങ്ങനെ അവിടുത്തെ വാക്ക് വിട്ടു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളുടെ സംസാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും സ്ഫുടമായ സംസാരമുള്ള ആളായിരുന്നു. അത് അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷനിലും ആ ഘനഗാംഭീര്യമുള്ള ആശയങ്ങളെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുക എന്ന വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഗ്രഗണ്യനായിരുന്നു. അത് അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഹദീസ് നമുക്ക് അടുത്തത് വായിക്കാം. അന്ന കലാമഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബയ്യിനുൻ
ലാഹിറുൻ ലികുല്ലി മൻ സമിഅ ലൈസ ഫീ തഅഖീദുൻ വലാ തത്വീലുൻ. അതിന് തഅഖീദ് കെട്ടുകുടുങ്ങുന്നില്ല. ഈ വാക്ക് ഉപയോഗിച്ച വാക്ക് ഇത് എവിടെ കൊള്ളിക്കേണ്ട വാക്കാണ് എന്ന് പ്രയാസപ്പെടുന്നില്ല. വലാ തത്വീലുൻ, അനാവശ്യമായ വലിച്ചു നീട്ടലുകളും അതിലുണ്ടായിരുന്നില്ല. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഉതീതു ജവാമിഅൽ കലിമി വഖവാതിമഹു ബഖ്തസറ ലിയൽ കലാമ ഇഖ്തിസാറൻ. എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് ജവാമിഉൽ കലിമ നൽകപ്പെട്ടിട്ടുണ്ട്. ജവാമിഉൽ കലിമ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആശയങ്ങളെ പറയാനുള്ള കഴിവ് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അത് അല്ലാഹു തആല അവിടത്തേക്ക് കനിഞ്ഞു നൽകിയ വാക്കാണ് ജവാമിഉൽ കലിം. അത് മഹാന്മാർക്കും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർക്കുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ വാക്കുകൾക്കൊക്കെ ആ ആഴം കാണാൻ പറ്റുമായിരുന്നു. ധാരാളം ഉമർ അള്ളാഹുവിൻ്റെ വാക്കുകൾക്കും ആ ആഴം കാണാൻ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊളോക്കിയൽ ലിറ്ററേച്ചറൊക്കെ നല്ല വാക്കുകളായിരുന്നു. പിന്നീട് അതിനെ തുടർന്ന് വന്ന മഹാന്മാർ, ബഹുമാനപ്പെട്ട അഇമ്മത്തുകൾ, ഇബ്നു ഹജർ റഹിമഹുല്ലയെ പോലെയുള്ള, ഇമാം നബവിയെ പോലെയുള്ള ആളുകളുടെ വാക്കുകളുടെ ആഴങ്ങളൊക്കെ എന്തായിരുന്നു! എത്ര കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടെയാണ് അവരൊക്കെ ഓരോ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട്, പിന്നീട് അവർക്കു കാലശേഷം വന്ന പണ്ഡിതന്മാർ വിശദീകരിച്ച് എത്രയാണ് എഴുതിയത്. ഇമാം തഫ്താസാനി റഹിമഹുല്ല, എന്തായിരുന്നു അവിടുന്ന് എഴുതി വെച്ച വാക്കുകളുടെയൊക്കെ ആ ഹെഡിങ്ങിൻ്റെ മഹത്വം! അതിനെ വിശദീകരിക്കാൻ പേജുകളോളം പിന്നീട് വന്ന പിൽക്കാല പണ്ഡിതന്മാർ ഇതിനെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും പലതും ശ്രമിച്ചിട്ടുണ്ട്. ഇമാം നബവിയുടെ മിൻഹാജ്, ഫിഖഹിൻ്റെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ ഫിഖഹിനെ ബഹുമാനപ്പെട്ട ത്രഇമ്മത്തുകളാണ് ശറഹ് എഴുതിക്കൊണ്ട് ആ വാക്കുകൾ വിന്യസിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാകുന്ന സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലുമുള്ള വാക്കുകൾക്ക് പിൻകാലത്ത് വന്ന മഹാന്മാർ എത്രയാണ് വിശദീകരണങ്ങൾ കൊടുത്തത്. അതുകൊണ്ടാണ് ജവാമി ഉൽ കലിം എന്ന് പറയുന്നത്. വഖവാത്തിമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെ ആ വാക്കുകൾ എൻഡ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ പറഞ്ഞു കൊടുത്ത് ഒരാശയം ഉദ്ദേശിച്ചാൽ അത് ഒരു തലത്തിൽ പറഞ്ഞെത്തിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇനിയും കുറച്ചും കൂടെ ഉണ്ട് എന്ന് പറയില്ല. അതായത് വേണ്ടത് അതിലുണ്ട്, വേണ്ടാത്തത് അതിൽ ഇല്ല. അതാണ് ഒരു സാഹിത്യകാരൻ്റെ മേന്മ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വാഗത ഭാഷകനായി കൊണ്ട് കടന്നു വന്നു, അതല്ലെങ്കിൽ ഒരു കീനോട്ട് അഡ്രസ്സ് മുഖ്യ പ്രഭാഷകനായി കടന്നു വന്ന ആൾ എനിക്ക് കൊടുത്ത പ്രമേയത്തെ അദ്ദേഹം 1 മണിക്കൂർ അവതരിപ്പിച്ച സമയത്ത് ശ്രോതാക്കൾക്ക് തോന്നുകയാണ്, അതിൽ പലതും വേണ്ടില്ലായിരുന്നത് കടന്നു വന്നല്ലോ, അതല്ലെങ്കിൽ വേണ്ടത് പലതും അതിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ പ്രഭാഷകൻ്റെ പ്രഭാഷണം ഒരു തരത്തിലൊരു പരാജയമായിരുന്നു. അപ്പോൾ അത് വേണ്ടത് കയറി വരികയും വേണ്ടാത്തത് കയറി വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ആഴമുള്ള വാക്കായിരുന്നു തിരുനബിയോറുകളുടെ വാക്കുകൾ. വഖ്തസുറുലിയൽ കലാം ഇഖ്തിസാറൻ, അങ്ങനെ വായിക്കാം. ഞാൻ എന്തു ചെയ്യും? കലാമിനെ ഒരു ഇഖ്തിസാറാക്കിയിട്ട് ചെയ്യും. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ഗ്രഹിച്ചെടുക്കാനും എന്തുള്ളൂ പറ്റുകയുള്ളൂ. വജവാമിൽ കലിമ അൻ തുജ്മഅൽ മആനി അൽ കസീറ ഫി ലഫ്ളിൽ ഖലീൽ. ഉണ്ടോ? കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങളെ സമ്മേളിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എസൻസ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പൈനാപ്പിൾ എസൻസ്, ഒരു റോസിൻ്റെ എസൻസ്, ഒരു സുർക്കയുടെ എസൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ എസൻസ് വെച്ചുകൊണ്ട് അതിലേക്ക് വീണ്ടും വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതേപോലത്തെ സാധനം ഉണ്ടാകുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സത്തയാണ് തിരുനബിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ഹദീസ് പ്രഭാഷണങ്ങളൊക്കെ പിൽക്കാലത്ത് രേഖകളായിട്ട് വരുന്നുണ്ട്, രചനകളായിട്ട് പിന്നീട് ആളുകൾ അതിന് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഇങ്ങനത്തെ ആഴങ്ങൾ അതിന് ഉണ്ട്. പിന്നെ പരോക്ഷമായ പരാമർശങ്ങൾ രചനകൾക്ക് വരിക എന്നുള്ളത് വരുന്നത് അത് അക്കാഡമിക്കൽ പർപ്പസുള്ള രചനകളാകുമ്പോൾ, ഇപ്പോൾ നിസ്കാര സംബന്ധിയായിട്ടുള്ള മസലകൾ പറയുന്ന സമയത്ത് അതിന് ഒരു പ്രത്യേകമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അതിനൊരു ടെക്നിക്കൽ സ്വഭാവങ്ങൾ ഉണ്ടാകും, അതിന് ഉസൂലുകളുമായി ബന്ധപ്പെട്ടുള്ളതുണ്ടാകും. അപ്പോൾ ഫിഖ് എഴുതുന്ന സമയത്ത് ആ ഫിഖിൻ്റെ ഉസൂലുൽ ഫിഖിൻ്റെ ഒരു സ്വഭാവം അതിൽ കയറി വരുന്ന സമയത്ത് അത് മിങ്കിളായിട്ടായിരിക്കും അതിൻ്റെ പഠനം സമ്പൂർണ്ണമായി വരിക.
ഓക്കെ. അപ്പോൾ ഒരു പ്രത്യേകമായൊരു ഫന്നിലുള്ള രചനയാകുമ്പോൾ ആ ഫന്നെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു വിഷയം കൂടെ അതിലേക്ക് കയറി വരുമ്പോഴായിരിക്കും അതെന്താവുക, സമ്പൂർണ്ണമാവുക. അപ്പം അതല്ലാതെ ഇപ്പോൾ മിൻഹാജിലെ നവവിയുടെ മിൻഹാജ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു വാക്കിനെ ചാറ്റ് GPT യോടോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനോ മറ്റേതെങ്കിലും ഒരു മെഷീൻ ട്രാൻസ്ലേഷനിലേക്ക് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് പരാജയമായിരിക്കും. കാരണം അതിന് തലങ്ങളില്ല. അതൊരു മെഷീൻ ആകുമ്പോൾ അത് ഏത് വിഷയത്തിലാണ് വന്നത് എന്നും അതിൻ്റെ ഉസൂലുകൾ എന്താണ് എന്നും ഒന്നും അതറിയാത്തത് കൊണ്ട് പരാജയമായിരിക്കും. ഇപ്പോൾ ഒരു തലത്തിൽ നിന്ന് എഴുതുന്ന വാക്കുകൾക്ക് അത് ഏതൊരു വിഷയത്തിനോടാണ് ആശ്രയിച്ച് വരിക എന്ന് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ പരോക്ഷമായ പരാമർശങ്ങളും കൂടെ കയറി വന്നിട്ട് ഇതെന്തായി തീരുക, അതിനെ സമ്പൂർണ്ണമായി തീരുക. ഓക്കെ. ഇപ്പോൾ പിന്നെ ഇപ്പം നോക്കുമ്പോൾ ദ്വീപിലെ ചില ആളുകളുടെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഭ്രാന്തായാൽ എന്ത് സുഖം ഭ്രാന്തിനെന്ന് വിളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അത് ആ ഭ്രാന്തായാൽ എന്ന് സുഖം എന്ന് തുടങ്ങുമ്പോൾ ആ ഭ്രാന്ത് എന്നുള്ള വാക്കിലല്ല നോക്കണ്ടേ, എന്തു ഭ്രാന്താണത്. ആ ഭ്രാന്ത് പിന്നെ അവർ ബുദ്ധിയെ എന്താക്കി കളഞ്ഞു, ലയിപ്പിച്ചു കളഞ്ഞു. എന്തിൽ ലയിപ്പിച്ചു കളഞ്ഞു? അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായിട്ട് ലയിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഭ്രാന്തൻ ഇവിടെയുള്ള രസങ്ങളെ കാണാത്തതുപോലെ, ഇവിടെയുള്ള സൗകര്യങ്ങളെ ഭ്രാന്തൻ ശ്രദ്ധ കൊടുക്കാത്തതുപോലെ, അള്ളാഹുവിൻ്റെ ഇഷ്കിലായി ലയിച്ചവന് ഇവിടെയുള്ള രസങ്ങളൊന്നും വേണ്ട. അവന് മരണം ആസ്വദിക്കുക എന്നുള്ള എന്താ, ഭൗതികമായ ഈ ജഡത്തിൽ നിന്ന് ആത്മാവ് വേർപിരിഞ്ഞ് മരണമെന്നൊരവസ്ഥ തന്നിലേക്ക് കടന്നു വന്നാലാണ് ഇലാഹിലേക്ക് തനിക്ക് പൂർണ്ണമായും ലയിച്ചു ചേരാൻ പറ്റൂ എന്നുള്ള ഉത്തമബോധമുള്ള മനുഷ്യനാണ് മരണത്തിൻ്റെ രസത്തെ. അപ്പോൾ അവനെ സംബന്ധിച്ച് ഖബറിൻ്റെ ഞെരുക്കമൊക്കെ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ അതില്ലാതെയായിത്തീരുന്നു. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്തുമാത്രമാണ്? ഇലാഹിയായ പ്രണയം മാത്രമാണ്. ഇലാഹി പ്രണയത്തിൽ ലയിച്ചുപോയ ഭ്രാന്തിൻ്റെ സുഖമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് പറയുന്ന സമയത്ത് ആര് പറഞ്ഞു, എന്താണ് അതിൻ്റെ ആഴം എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് സമ്പൂർണ്ണത കടന്നു വരിക. സൂഫി കവിതകളൊക്കെ വായിക്കുമ്പോൾ അതിനെ വായനാ വിധേയമാക്കുന്ന സമയത്ത് അവിടെ പലതും ഉൾക്കൊണ്ടിട്ടായിരിക്കണം കയറി വരേണ്ടത്. കേവലമായ ഏതെങ്കിലും ഒരു ആസ്വാദന ഭംഗി മാത്രം അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. മറിച്ച് കൃത്യമായ പരിധികളിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനമായിരിക്കണം അതിനൊക്കെ കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഹ്ദി ഷേറുല്ലാവിൻ്റെ കിതാബുൽ ഗുന്നിയത്തുണ്ട്. അള്ളാഹുവിനെ കുറിച്ചൊക്കെ അവർ പറയുന്ന കിതാബുണ്ട്. അത് അവർ രചിച്ചതാവാം, അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് എടുത്തതാവാം. അതൊക്കെ ചില സാധാരണക്കാരായ ആളുകൾക്ക് അത് വായിക്കാൻ പറ്റൂല. കാരണം അതിലവർ അള്ളാഹുവിനെ നടത്തുന്ന പരാമർശങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തല്ല, ഗ്രാഹ്യമല്ല. അല്ല, അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇബ്നു അറബി തങ്ങളുടെ വാക്കുകളൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് എന്താവില്ല, മനസ്സിലാവില്ല. ഒരു വേറെ ലോകമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, അപ്പോൾ ഇവരൊക്കെ മേലെയല്ലേ തിരുനബി? അതെ, ഇവരൊക്കെ മേലെയാണ് തിരുനബി. എന്നാൽ നബിതങ്ങളുടേതോ, നബിതങ്ങളുടെ എല്ലാവർക്കും മനസ്സിലാകുന്നതായിരുന്നു. ആ മനസ്സിലായിക്കൊണ്ടുള്ള വിശാലതയും ആ മനസ്സിലായിക്കൊണ്ടുള്ള സാഹിത്യ ഭംഗിയുമായിരുന്നു നബിതങ്ങളുടെ പ്രത്യേകത. അവരുടെ വാക്കുകൾ അല്പം എന്താവില്ല, മനസ്സിലാവില്ല. അനൽ ഹക്ക്, ഞാനാണ് അൽ ഹക്ക്, അള്ളാഹു എന്നവർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നീട് വന്ന ചില ആളുകളൊക്കെ അനൽ ഹക്ക്, ഞാനാണ് ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? അത് അവരെ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ കേൾവിയും കാഴ്ചയും ഒക്കെ അള്ളാഹു താല ചെയ്തു കൊടുക്കുമെന്ന അർത്ഥത്തിനാകുമ്പോൾ അവർ പറയാണ് ഞാനാണ് ഹക്ക് എന്ന്. അതായത് പറയുന്നത് ആരാണ്? അള്ളയാണ് ഹക്ക് എന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രത്യക്ഷത്തിൽ അത് തെറ്റായി തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. നബി അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ കഥ കഴിഞ്ഞില്ലേ? ആളുകൾ എന്തൊക്കെ വിചാരിച്ചു പോകും? കാരണം ഇതൊക്കെ അവിടുന്ന് പഠിച്ചു വരണ്ടേ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹു പറഞ്ഞ സമയത്ത് അവിടുന്ന് പല വരികളിലൂടെയും നബി തങ്ങളുടെ വാക്കുകൾ പറഞ്ഞു. നബി തങ്ങൾ നമ്മെ ഇടങ്ങേറാക്കാത്തതിനെ കുറിച്ച് ബൂസൂരി ഇമാം പറഞ്ഞിട്ടുണ്ട്.
അയൽ വറ ഫഹ്മു മഅനാഹു ഫലൈസ യുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പ്രയാസമായിട്ടുണ്ട്. നബിതങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നബിതങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി റസൂലന അലൈനാ ഫലം നിർതബു വലം നഹിമി. എന്നാൽ അവിടുത്തെ കുറിച്ച് മനസ്സിലാവാതെ നമ്മൾ പരിഭ്രാന്തരുമായിട്ടില്ല. എന്താണ് എന്ന് അവിടുത്തെ കുറിച്ച് നബി എന്താണ് പറഞ്ഞത് എന്നൊരു പരീക്ഷണ വിധേയമാക്കുന്ന രീതിയിൽ നമ്മളെ കുറിച്ച് അവിടുന്ന് ഇടങ്ങേറാക്കിയിട്ടുമില്ല. അപ്പം നമുക്ക് വേണ്ടതൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നു. ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നിർതബ് വലം നഹിമി. നമ്മൾ ഊഹാപോഹത്തിലാകുന്ന, സംശയത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് അവിടുന്ന് പണ്ട് നമ്മെ പരീക്ഷിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അത് നമ്മൾ ഹിർസൻ അലൈന, നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് മഹാനായ അബൂസഈദ് ഇമാം തിരുനബിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ നബിതങ്ങൾക്ക് ഇപ്പോൾ അതൊക്കെ പറയാൻ പറ്റാത്തതാണോ? അലി റളിയല്ലാഹുവിനെ പോലത്തെ കൊളോക്കിയൽ സാഹിത്യം അറിയാഞ്ഞിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊന്നും പറയാത്തത്? അതല്ല, അത് നമ്മളോട് താല്പര്യം, നീ പറയുന്നത് എന്ത് ചെയ്യണം, എൻ്റെ ഉമ്മത്തിന് മനസ്സിലാവണം എന്ന നിലക്ക് അവിടുന്ന് അത്ര സൂക്ഷിച്ചിട്ടാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ഈ ഹദീസിന്റെ ആശയം കയറി വരുന്നത്. يمتهن بما تغي العقول به حرصا علينا فلم نرتب ولم نهم. അപ്പോൾ عن جرير بن عبد الله رضي الله عنه قال لي رسول الله صلى الله عليه وسلم في حجة الوداع. വിധങ്ങൾ എന്നോട് ഇസ്തൻസിത്തിന്നാസ, ജനങ്ങളോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടും. സുമ്മകാല ലാ തർജിഉ ബഅദി കുഫാറ, നിങ്ങൾ എൻ്റെ കാലശേഷം കാഫിറുകളായി മാറരുത്. യളിരിബു ബഅ്ളുക്കും റിഖാബ ബഅദ്, ചിലരുടെ പിരടി വെട്ടുന്ന കാഫിറുകളായി മാറില്ലേ. അപ്പോൾ ജനങ്ങൾ ഈ വിഷയം പറയാന്നുള്ളത് നബിതങ്ങൾ സംസാരത്തിനിടയിൽ പറഞ്ഞതാണ്. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഇത് പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്. കാരണം എൻ്റെ കാലശേഷം നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള പരസ്പര വിദ്വേഷം, പോരും, പ്രസ്ഥാനങ്ങളും, കൊടികളുടെ നിറത്തിൻ്റെ, വർണ്ണത്തിൻ്റെ വ്യത്യാസം നോക്കിക്കൊണ്ട്, പ്രദേശത്തിൻ്റെ വ്യത്യാസം നോക്കിക്കൊണ്ട്, നേതാക്കന്മാരുടെ വ്യത്യാസം നോക്കിക്കൊണ്ട് നിങ്ങൾ പരസ്പരം കൊല്ലും കൊലയും എടുത്ത് വരുന്നൊരു കാര്യം വരാൻ ഉണ്ട്. അങ്ങനെ ആയിപ്പോകരുതേ എന്ന് പറഞ്ഞപ്പോൾ കാഫിരീങ്ങളുടെ ഏർപ്പാട് എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് പരസ്പരം കൊല്ലുന്ന സമയത്ത് നിങ്ങൾ ആരായിത്തീരും? നിങ്ങളുടെ കൂട്ടത്തിൽ അത് കാഫിറുകളായി തീരുന്ന, ഈമാൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പരസ്പര കൊലയിലേക്ക് എത്തിക്കുമെന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിന് മുമ്പ് തിരുനബിയോറുകൾ അവരോട് മൗനം അവലംബിക്കാൻ പറഞ്ഞു. അടുത്ത ബാബുൽ വഅളി വൽ ഇക്തിസാദി ഫീഹി, ഉപദേശം വേണമെന്ന് പറയുന്ന ബാബ്. വൽ ഇക്തിസാദി ഫീഹി, അതിലെന്തും വേണം, ഒരു മോഡറേഷൻ, ഒരു മിതത്വം വേണം. അപ്പം എപ്പോഴും എല്ലാ ദിവസവും ഉപദേശം അത് വേണ്ട. അതല്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങോട്ട് തകർക്കുക, അതും വേണ്ട. എന്നാൽ തീരല്ലാതിരിക്കുക, അതുമല്ല. മറിച്ച് അതിലൊരു മിതം. ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് ഒരു എക്കോണമിക്കലാവുക, വലിയ നഷ്ടവും വലിയ ലാഭമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു മിതത്തിൽ പോവുക എന്നാണ് ഇഖ്തിസാദിൻ്റെ അർത്ഥം. അല്ലാഹു തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കു നബിയെ, ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, നല്ല ഉപദേശം കൊണ്ടും ഹിക്മത്ത് കൊണ്ടും. ഹിക്മത്ത് കൊണ്ട് എന്നുള്ളത് വേറെ സ്ഥലത്ത് അതിനെ ഖുർആൻ കൊണ്ടാണ് എന്നുള്ളതും, ദിവ്യജ്ഞാനം കൊണ്ടാണ്, ഉപകാരപ്രദമായ അറിവ് കൊണ്ടുമാണെന്നും, വേറെ ഡിപ്ലോമാറ്റിക് തന്ത്രപരമായി കൊണ്ടും എന്ത് ചെയ്യും, ഇങ്ങനെ പല വിശദീകരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കൂ എന്നാണ് പറഞ്ഞത്. وفي هذه الآية الأمر بالدعاء إلى دين الله وتوحيده بالقرآن, ഖുർആൻ കൊണ്ട്. وما فيه من المواعظ بلين ورفق من غير تغليظ ولا تأنيف, അത് ദേഷ്യമുണ്ടാക്കാതെ, കാർക്കശ്യത്തിൽ പറയാതെ, മയത്തോടെ, ഇളമയോടുകൂടെ ഉപദേശങ്ങൾ കൊണ്ടും ദീനിലേക്ക് വിളിക്കാം. അപ്പം അള്ളാഹു ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് മാത്രമല്ല, മരിച്ചവരെ അനുനയിപ്പിച്ചുകൊണ്ട്, അവരെ നല്ല പ്രേരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കണം ക്ഷണിക്കണം. അപ്പം അതിലൊക്കെ ഒരു മിതത്വം പാലിക്കണം എന്നാണ് പറഞ്ഞത്. വനബി വാഇലിൻ ഷഖീഖ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഖാല കാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുദക്കിറുനാ ഫീ കുല്ലി ഖമീസിൻ മറത്തൻ, എല്ലാ വ്യാഴാഴ്ചയും ഒരു ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയായിരുന്നു അവർ ഉപദേശം വെച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും
നസീഹത്തിൻ്റെ മജ്ലിസ് ഉണ്ടാകും, ആഴ്ചയിൽ ഒരിക്കൽ നസീഹത്തിൻ്റെ മജ്ലിസ്. فقال له رجل يا أبا عبد الرحمن لو لوددت أنك ذكرتنا كل يوم, എല്ലാ ദിവസവും വയല് പറഞ്ഞാൽ ഉഷാറാകും എന്ന് അദ്ദേഹത്തോട് മറ്റൊരാൾ പറഞ്ഞപ്പോൾ فقال أما إنه يمنعني من ذلك أني أكره أن أملكم, നിങ്ങൾക്ക് അത് ചടപ്പുണ്ടാകുമെന്ന് ഉള്ളൊരു വെറുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും വയല് പറയാത്തത്. വന്നി അത്തഹവ്വലുക്കും ബിൽ മൗഇല കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖവ്വലുനാ ബിഹാ മഖാഫത അസ്സാമത അലൈനാ, ഞങ്ങളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കും, അതൊരു കൃത്യതൊക്കെ പാലിച്ചു. കാരണം അതിങ്ങനെ കേട്ട് ഉപദേശം കിട്ടി 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 ഇങ്ങനെ അതൊരു പ്രയാസമില്ലായിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാനും നിങ്ങളോട് പെരുമാറാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും കേട്ടത് തന്നെ കേൾക്കുമ്പോൾ ഇപ്പം എപ്പോഴും നരകം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് രസം ഉണ്ടാവില്ല, ആ പേടിയുണ്ട് പോവും. എന്നാൽ സ്വർഗത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ ഇടക്ക് ഒന്ന് കയറുന്ന സമയത്ത് നരകത്തെക്കുറിച്ച് എന്ന് പറയും. എല്ലാ ദിവസവും ജുമ അല്ലല്ലോ, പിന്നെ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ മതത്തിൽ എല്ലാ ദിവസവും ജുമ ഉണ്ടാക്കുക, എല്ലാ ദിവസവും ജുമ അല്ല, ജുമ ആഴ്ചയിൽ ഒരിക്കൽ. അങ്ങനെ അതിൽ ജുമയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇസ്ലാമിക മഹല്ല് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഖത്തീബ് അവർകൾ അവരെ ഒന്നുപദേശിച്ച് മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും ഈ ഭൗതിക ലോകത്തിൻ്റെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ചൊക്കെ ഒന്ന് ഉപദേശിച്ച് അതോടുകൂടി അവരുടെ ഭൗതിക കാര്യങ്ങളൊക്കെ അവരങ്ങനെ നടന്നവരുടെ കുട്ടികളുടെ കുടുംബം, പഠനം, വീട് എല്ലാം നടക്കലോടുകൂടി തന്നെ ഒരു ഉപദേശം കൂടെ നടത്തുമ്പോൾ അത് ഫലപ്രദമാകും. ഇത് മറ്റുള്ള ആളുകൾ ഉപദേശിക്കുന്നിടത്താട്ടോ, നമുക്ക് ഉപദേശം ഉൾക്കൊള്ളാൻ അതിന് ഓരോ സമയവും നമ്മൾ സ്വയം ഉപദേശം ഉൾക്കൊള്ളുക. വഅ്ള് നടത്താനാണ് അതിൽ ആഴ്ചയിലും സമയ സന്ദർഭങ്ങളൊക്കെ വന്നത്. എന്നാൽ ഉപദേശം ഉൾക്കൊള്ളാൻ അങ്ങനെ അയച്ചാന്നും വേണമെന്നില്ല. ഓരോ നിമിഷവും അവൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും അവൻ്റെ ശ്വാസകോശത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന അവൻ്റെ ഓരോ ശ്വാസവും, ആ ശ്വാസം അവനറിയാതെ അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും അവൻ്റെ നാഡീ ഞരമ്പുകളുടെ ജീവത്തുടിപ്പുകളുമെല്ലാം അവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിലാഹുണ്ട്, നിയന്ത്രിക്കുന്ന ഒരിലാഹുണ്ട്, നീ നന്ദി കാണിക്കേണ്ടവനാണ്. അവൻ കാണുന്ന വെയിലും ചൂടും തണുപ്പും മരണങ്ങളും ജീവനുകളും എല്ലാം കാണുന്ന സമയത്ത് അവൻ ഓരോന്ന് ഉപദേശം ഉൾക്കൊള്ളാം. അള്ളാഹു ഇതിനെല്ലാം പരിപാലിച്ചു പോരുന്നു, കൃത്യമായ ഒരു ജീവിത പന്താവ് എനിക്കുണ്ട്, നാളെ പോകേണ്ട ഒരു ലോകമുണ്ട്, ആഖിറം ലോകമുണ്ട് എന്നുള്ള ഒരു ഉപദേശം അവൻ സദാ ഉൾക്കൊണ്ടിരിക്കാം. ഉപദേശിക്കലോ അതിന് ഒരു കൃത്യതയുമുണ്ട്. അങ്ങനെ ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇത് പറഞ്ഞ ഉപദേശം ബഅ്ല് എന്ന വാക്കിന് ആയിട്ട് വാക്ക് അവൻ നല്ല ഖുർആൻ കൊണ്ടും ആള് ഖുർആൻ ഓതിയും കൊണ്ടും ദീനിലേക്ക് വരികയെന്ന് പറയാം. ഇതോടുകൂടെ തന്നെ ഉപദേശിച്ചുകൊണ്ടും എന്താക്കാം ദീനിലേക്ക് എന്താക്കാം നമുക്ക് വരുത്താം. ഇപ്പോൾ നമ്മൾ ഒരാളെ ഒരു സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തോട് കൂടി നിന്നാലുള്ള ഗുണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഖുർആൻ്റെ ആയത്തുകളൊക്കെ ഓതി കൊടുക്കാം. അതോടുകൂടെ തന്നെ അദ്ദേഹം അനുനയിപ്പിക്കും, നിങ്ങൾ വരി നമുക്ക് നോക്കുക, നിങ്ങൾ അവിടെ എന്താ നടക്കണമെന്ന് എന്നൊക്കെ തോന്നിയിട്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യുക, തുടരും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നല്ല വാക്കും ഒക്കെ നടത്തിയിട്ട് അങ്ങനെ അനുനയിപ്പിച്ചുകൊണ്ട് വരുത്തുക. അല്ലാതെ വരണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വെറും പേടിപ്പിക്കണ മാത്രമല്ല. ഹിക്മത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് താന്ന് കൊടുക്കേണ്ടി വരും. ഗർവ് എല്ലാ സ്ഥലത്തും പറ്റിക്കോളൊന്നുണ്ടാവില്ല. നമ്മളെ സ്ഥിരം ഘടകങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. രാഷ്ട്രീയക്കാരത്ത് അവർ കുറേ ഹിക്മത്തുകൾ അവരരികിലില്ലേ, അല്ലെങ്കിൽ നമ്മളിഷ്ടങ്ങളൊക്കെ ചിലതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പലതും ചെയ്യേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബി കൊണ്ടുവന്ന് കൊടുത്ത ഒരു മുന്തിരിക്കുലയിൽ നിന്ന് എടുത്തു ഭക്ഷിച്ചു. അവിടുന്ന് സാധാരണ അവിടുന്ന്
അത് എടുത്തു ഭക്ഷിച്ചതിൻ്റെ ഭാഗം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമായിരുന്നു. അന്ന് അവിടുന്ന് കൊടുക്കാതെ ആ മുന്തിരിക്കുലയുള്ളതെല്ലാം അവിടുന്ന് ഭക്ഷിച്ചു തീർത്തു. അങ്ങനെ പിന്നീട് ആ വിഷയത്തെ വിശദീകരിക്കപ്പെട്ട സമയത്ത് പറഞ്ഞു, ഞാനെടുത്ത് കടിച്ച സമയത്ത് അതിൽ എന്തായിരുന്നു, അതിൽ കയ്പ്പ് പഴുത്തിട്ടില്ലായിരുന്നു, കയ്പ്പ് നിറഞ്ഞതായിരുന്നു. ഞാനത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അതിൻ്റെ കയ്പ്പ് നിങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞാൽ ആഗതന് കൊണ്ടുവന്ന ആൾക്കത് വിഷമമാകും. അതുകൊണ്ട് ഞാനതിനെ പൂർണ്ണമായി തിന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നു കൊടുത്തതിനെ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ സന്തോഷം, ഒരുപാട് ഗുണങ്ങൾ, നല്ലൊരു പാഠം സ്വഹാബത്തിന് അവിടുന്ന് പകർന്നു കൊടുത്തു. പിന്നെ മറ്റുള്ള ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നുള്ളതും, ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു തിന്നു എന്നുള്ളതും. അപ്പോൾ കണ്ടോ, ഒരു സ്വന്തം ഇഷ്ടത്തെ വകവെക്കാതിരിക്കുക, അതാണ് സുഹുദ് എന്നൊക്കെ പറയാം. അപ്പോൾ കണ്ടോ, ഒരു സഹോദരൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട്, തൻ്റെ ശിഷ്യൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ സുഹുദാണത്. അതൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഔലിയാക്കളുടെ ചില സുഹുദൊക്കെ നബി തങ്ങൾക്ക് ഇല്ല എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, തോന്നിപ്പോവും. ഇല്ല, അതിൻ്റെ മേലെയുള്ള സുഹുദാണ് അവിടുന്ന് അവരൊക്കെ ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡിന് ഒരു വലിയൻ്റെ ആയുസ് എത്തൂല. നബി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡിനോട് ഒരു വലിയൻ്റെ ആയുസ് തന്നെ എത്തൂല. അത്രക്കും അതുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളിടത്തും അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക എന്നുള്ളിടത്തും നമ്മൾ വിജയിക്കുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുക. ബഹുമാനപ്പെട്ട മുഹമ്മദ് റളിയല്ലാഹു അൻഹു മരിച്ച ആളുകൾ ജീവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിപ്പിച്ചത് എന്താ? മഹാന്മാർ പറയുന്നു, മുഹമ്മദ് റളിയല്ലാഹു അൻഹു ജീവിപ്പിച്ചത് അവരുടെ ഭൗതികമായ ജീവിതത്തിനേക്കാണ് ജീവിപ്പിച്ചത്. ഇനി അവര് ഭൗതികമായ ജീവിതത്തിലേക്ക് ജീവിച്ച് വന്ന ആള് ഇനി അവൻ്റെ ആത്മീയ ജീവിതം ഇനി അടുത്ത കണ്ടറിയണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ജീവിപ്പിച്ചത് എന്താ? കുഫറാകുന്ന ശാശ്വതമായ മരണത്തിൽ നിന്ന്, നന്മയെ തൊട്ടുള്ള, വെളിച്ചത്തെ തൊട്ടുള്ള, അള്ളാഹുവിൻ്റെ തൃപ്തിയെ തൊട്ടുള്ള, തൗഹീദിനെ തൊട്ടുള്ള ശാശ്വതമായ എറ്റേണൽ ഡെത്തിൽ നിന്നിട്ട് എറ്റേണൽ ലൈഫായ ഈമാനിലേക്കാണ് ജീവിപ്പിച്ചത്. അത് മറ്റതിൻ്റെ മേലെയുള്ള ജീവിതമാണ്. ആയിരങ്ങൾക്ക് അവിടുന്ന് തൗഹീദ് പകർന്നു കൊടുത്തു. വീരശൂര പരാക്രമിയായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകളെ ആശ്ലേഷിച്ചു കൊണ്ടുകൊണ്ട്, സ്നേഹത്തിൻ്റെ ആത്മീയമായ കവചം അവരിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് കൊടുത്തുകൊണ്ട്, വലിയ ജ്ഞാനത്തിൻ്റെ ഉടമകളാക്കി നിമിഷ നേരങ്ങൾ കൊണ്ട് പരിശുദ്ധ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ കഴിവ്, അതു ജീവൻ നഷ്ടപ്പെട്ട ഭൗതിക ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഒന്നാണ് ആത്മീയമായ ജീവൻ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം വലിയിൽ നിന്ന് പ്രകടമായ അവിടെ കറാമത്തുകളുണ്ടോ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ എത്രയോ താഴെയായിരിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഹിക്മത്ത് അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പലതും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവിടുത്തെ എടുത്തു പറയുന്ന ഒരു ഹിക്മത്താണ്, വിഭജിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു വന്ന തൻ്റെ ശിഷ്യനോട്, ആഗതനോട് പറഞ്ഞില്ലേ, നീ വിഭജിക്കുന്നത് നിൻ്റെ ഉമ്മയെയോ സഹോദരിയെയോ ഭാര്യയോ ആണ് എങ്കിൽ നിനക്കത് ഇഷ്ടപ്പെടുമോ ചോദിച്ചപ്പോൾ, നിന്റെ ഭാര്യയല്ലാത്തൊരു സ്ത്രീയോട് നീ നടത്തുന്ന നിന്റെ ലൈംഗിക താല്പര്യം അത് മറ്റൊരാളുടെ ഉമ്മയാണ്, അത് മറ്റൊരാളുടെ സഹോദരിയാണ്, അത് മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എത്ര സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടാണ് ആ ഒരു സോഷ്യൽ എവിളിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തോട് വിചാരത്തിന് ശിക്ഷയെക്കുറിച്ചല്ല പറഞ്ഞത്, വിചാരികൾക്ക് ലഭിക്കാൻ പോകുന്ന അതികഠിനമായ ദുനിയാവിലും ആഖിറത്തിൽ ലഭിക്കാൻ പോകുന്ന ഭീമാകാരമായ ശിക്ഷയെക്കുറിച്ച് അല്ല അവിടുന്ന് പറഞ്ഞത്. മറിച്ച് അതിൻ്റെ ഒരു സാങ്കത്യമില്ലായ്മയെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അവിടുന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉണർത്തിയപ്പോൾ റിസൾട്ട് വാസ് വെരി ഗുഡ്. റിസൾട്ട് വളരെ ഉത്തമമായ റിസൾട്ടാണ് കിട്ടിയത്. അദ്ദേഹത്തെ ആ കാര്യത്തിൽ നിന്ന് പിന്മാറുകയും വരുന്ന ഒരു സമൂഹത്തിലേക്ക് വരെ ഒരു മെസ്സേജായിട്ട് അത് പോവുകയാണ്. അപ്പം കണ്ടോ, ഒരു ഉപദേശം കൊടുക്കുന്നത്. പിന്നെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് വന്ന സഹോദരനോട് ലാ തഖ്ല, ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ഉപദേശിച്ചിട്ടുണ്ട്. നീ നുണ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തെറ്റുകളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹിക്മത്താണ്.